അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളുടെ കോളേജ്, RPS കോളേജ് ഓഫ് വെറ്റിനറി സയൻസ് ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 80 സ്റ്റുഡൻസ് ആണ് കേട്ടോ. ആ 80ൽ ഏകദേശം ഒരു 20-25 മലയാളീസ് ആയിരിക്കും കേട്ടോ എല്ലാ കൊല്ലവും. The classroom of first year, which is full centralized AC and inclining in condition with equipment. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കൊച്ചുങ്ങളുടെ മെസ്സിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ലൈഫൊക്കെ? ഉള്ളത് പിന്നെ ഇപ്പോൾ ഇച്ചിരി ഓൾഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ്, ടെക്സസ് പഠിച്ചതും റഷ്യ പഠിച്ചതും ഇവിടുത്തെ ടീച്ചേഴ്സ് ഇറ്റ്സ് നമുക്ക് എന്താ പറയുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ കൂടുതലുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ക്ലിനിക്കിലൊരു ടീച്ചറുണ്ട്. ആ സാറിന് പറഞ്ഞാൽ ഇപ്പം ഡൽഹി ഫുൾ കംപ്ലീറ്റ് നോൺ ഒരു സാർ, അത് തനിജ സാർ എന്ന് പറഞ്ഞാൽ 7-8 ക്ലിനിക്സ് ഉണ്ട്. ഞങ്ങൾക്ക് സർജറി ആ സാർ പഠിപ്പിച്ച് തരുക. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷൻ എന്താ ലൈറ്റായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്, ഇവിടെ നല്ല ഇടിവെട്ട് വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് വെറ്റിനറി കോളേജിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വെറ്റിനറി കോളേജിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു കമൻറ്റാണ്, ചേച്ചി നല്ല കുറച്ച് വെറ്റിനറി കോളേജ്, സെൽഫ് ഫിനാൻസിങ് വെറ്റിനറി കോളേജ് റെക്കമെൻഡ് ചെയ്യുമെന്നുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നോർത്ത് ഇന്ത്യയിൽ വെറ്റിനറി സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളിങ്ങനെ ഓരോ മെസ്സേജൊക്കെ ഇടുമ്പോഴത്തേക്കും അവരുടെ റിവ്യൂ ഗൂഗിൾ മീറ്റ് വഴി വല്ലതും ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ടും മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് കോളേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻവിറ്റേഷൻ കിട്ടി, ഡയറക്റ്റായിട്ട് വന്ന് കൊച്ചുങ്ങളുടെ റിവ്യൂ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതാ നിൽക്കുന്നത് RPS വെറ്റിനറി കോളേജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാം വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ ബാക്ക് ക്യാം വെച്ചിട്ട് കോളേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, നല്ല കാമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് കേട്ടോ കോളേജ് നിൽക്കുന്നത്. ഞാൻ ഒത്തിരി പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും നല്ലൊരു കോളേജാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം, കൊച്ചുങ്ങളുടെ റിവ്യൂസൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളുടെ കോളേജ്, RPS കോളേജ് ഓഫ് വെറ്റിനറി സയൻസ് ആണ്. പിന്നെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കോളേജ് നിൽക്കുന്ന സറൗണ്ടിങ്സും അത്ര തന്നെ അടിപൊളിയാണ്. ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു ചുറ്റുപാടിലാണ് കോളേജ് നിൽക്കുന്നത്. ഒരു പീസ് ഓഫ് മൈൻഡ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നതിന് ശേഷം. പിന്നെ കോളേജ് ഇത്തിരി ഉള്ളിലോട്ടാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസിൻ്റെ പോപ്പുലേഷൻ കൂടുതൽ എന്തായാലും ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ വെളിയിൽ നിന്ന് കണ്ടതിന് പുറമെ ലെക്ചർ ഹോളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം, കൊച്ചുങ്ങളുടെ റിവ്യൂസൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാനൊരു കൺസൾട്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാനൊരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും മഴയുടെ ലീവ് കാരണമാണ് എനിക്കിവിടെ വരാനായിട്ട് പറ്റിയത് അത്രയും നന്നായിന്നേ ഞാൻ ഓർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മൊത്തം ഇന്ത്യയിൽ 9 സെൽഫ് ഫിനാൻസിങ് കോളേജാണ് വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒന്നുമില്ല. മെജോറിറ്റി സെൽഫ് ഫിനാൻസിങ് കോളേജും വരുന്നത് ഹരിയാനയിലും പിന്നെ രാജസ്ഥാനിലുമായിട്ടാണ്. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത് വളരെ നന്നായടാ. അത്രയും മോശം കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശം കോളേജ്, ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് കൊച്ചുങ്ങളൊക്കെ ഇവിടെ എന്തിനാ വന്ന് പഠിക്കുന്നതെന്ന് വരെ ഞാൻ ഓർത്തുപോയി. എന്തായാലും കണ്ടത് എന്തുകൊണ്ടും നന്നായി. അതുകൊണ്ട് എനിക്ക് ഈ കോളേജിനെ പറ്റിയിട്ട് അത്രയും ജെന്യൂനായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. എനിക്ക് ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യണം എന്നുണ്ട്, ആ കോളേജിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ്. പക്ഷേ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, കാരണം നമുക്ക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു കോളേജിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കോളേജ് ഒന്ന് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ. എൻ്റെ വിവരക്കേട് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന സ്കെലറ്റിൻ എനിക്ക് ഡിനോസറിൻ്റെ ആയിട്ടാണ് ആദ്യം തോന്നിയത്. പക്ഷേ പിന്നെ എനിക്ക് കൊച്ചുങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് കാറ്റലിൻ്റെ സ്കെലറ്റിൻ ആണെന്ന്, അതായത് നമ്മളുടെ ഒരു പശുവിൻ്റെ സ്കെലറ്റിൻ ആണെന്നുള്ളത്. പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന അവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഫോമാലിനിലാക്കി വെച്ചിട്ടുള്ള സ്പെസിമെൻസും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൊച്ചുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും കാര്യങ്ങളും ഡിസെക്ഷൻ ടാലൻറ്റും ഒക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കവിടെ ഡോഗിൻ്റെ സ്കെലറ്റിൻ അങ്ങനെ പല കാര്യങ്ങളും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ അനാറ്റമിയുടെ ക്ലാസ് നടക്കുകയാണ് കേട്ടോ, പ്രാക്ടിക്കൽ ക്ലാസ് എന്തോ നടക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 80 സ്റ്റുഡൻസ് ആണ് കേട്ടോ. ആ 80ൽ ഏകദേശം ഒരു 20-25 മലയാളീസ് ആയിരിക്കും കേട്ടോ എല്ലാ കൊല്ലവും.
അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഡിസെക്ഷൻ ഹോള്. ഇവിടെയാണ് നമ്മൾ ആനിമൽസിനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കുന്നത്, അതായത് കീറി മുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സാർ അവിടുത്തെ ഡിസെക്ഷൻ ടേബിളും അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സൈഡിലായിട്ട് ഈ ഒരു ടേബിളിൽ നമുക്ക് ആനിമൽസിൻ്റെ ബോഡിയിൽ നിന്ന് ഡിസെക്റ്റ് ചെയ്തിട്ടുള്ള ഓർഗൻസ് അവർ ഫോമാലിനിൽ പ്രിസർവ് ചെയ്തേക്കുന്നത് കാണാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ അതേ അവിടെ മാറിയിട്ട് ഫോമാലിനിനകത്തിൽ അവരൊരു കാഫിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതും കാണാം. The O.P. Yadav Memorial Hospital, which facilitates the students and faculty for free treatment. അപ്പോൾ ഗൈസ് സാറ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OP യാദവ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് ഈ വെറ്റിനറി കോളേജിനുള്ളിൽ ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും ഫ്രീ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Now we proceed for second year. The classroom of first year, which is full centralized AC and inclining in condition with equipped with smart classroom. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് കൊച്ചുങ്ങളുടെ മെസ്സിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ മെനു. അപ്പോൾ എങ്ങനെയുണ്ട് കോളേജൊക്കെ? നിങ്ങൾ ബാക്കിയുള്ള കോളേജസ് ഒക്കെ പോയി കണ്ടായിരുന്നോ? ഹരിയാനയിലോ രാജസ്ഥാനിലോ? ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തേക്കുന്നു ഈ ഒരു കോളേജ്. അതെന്ത് പറ്റി അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? എൻ്റെ പപ്പയുടെ ഫ്രണ്ട് ഇവിടെ റെക്കമെൻഡേഷൻ തന്നു, അപ്പം ഡയറക്റ്റ് ഇവിടെ വന്നു. മാത്യു എന്താ ഇവിടെ വന്നേ? എനിക്കിവിടെ വന്നൊരു എൻ്റെ ഒരു പപ്പൻ്റെ അങ്കിളുണ്ട്, വെറ്റിനറി കൗൺസിലർ വർക്കാണ്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഇത് പറഞ്ഞു, ലുവാസിന് താഴെ പഠിക്കണമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ലുവാസിന് താഴെ ഇപ്പം ഗ്രോയിങ് ഒരു കോളേജാണ് RPS. അപ്പോൾ RPSൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ്. വേറെ ഒരു സംസ്കാരം അല്ലെ വേറെ ഒരു കോളേജസിനെക്കാട്ടും ബെറ്റർ RPS തന്നെ. ഇവിടുത്തെ ഒരു ഡീനും ഞങ്ങളുടെ ഒരു ചന്ദോലി സാർ ഉണ്ടായിരുന്നു, ആ സാറും പുറത്ത് പോയി എക്സ്പീരിയൻസ് എല്ലാം ഉള്ളതാണ്. US, റഷ്യ ഒത്തിരി സ്ഥലത്ത് പോയി പഠിച്ചിട്ട് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തൊരു മനുഷ്യനാണ്. ഒത്തിരി കോളേജിലുള്ള അൾട്രാസോണോഗ്രാഫി ഇതും ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഫെസിലിറ്റീസ് എല്ലാം കണ്ട് ഇത് ഇഷ്ടപ്പെട്ടു. വേറെ കോളേജും കണ്ടു, ഒത്തിരി എണ്ണം അത്ര പോരാ. പിന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണോ അതോ പോരാന്ന് തോന്നിയതിന്റെ കാരണം എന്താ? ബാക്കിയുള്ള കോളേജ് പോരാന്ന് തോന്നിയതിന്റെ കാരണം മെയിൻലി അവരുടെ എന്താ പറയുക ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടുത്തെ അത്രയും ക്വാളിഫൈഡ് അല്ല. ഇവിടുത്തെ പറഞ്ഞാൽ അറൗണ്ട് ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്ന് ഇവിടെ വരണേ. ഇപ്പം കാശ്മീരിൽ നിന്ന് ടീച്ചേഴ്സ് വന്നു, ഇപ്പം കേരളത്തിൽ നിന്ന് ടീച്ചർ വന്നിട്ടുണ്ട്, ആന്ധ്രാപ്രദേശിൽ ടീച്ചർ വന്നിട്ടുണ്ട്. ഒത്തിരി ഡിഫറെൻറ്റ് സ്ഥലത്ത് നിന്ന് ടീച്ചേഴ്സ് വരും, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഓൾഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ്, ടെക്സസ് പഠിച്ചതും റഷ്യ പഠിച്ചതും ഇവിടുത്തെ ടീച്ചേഴ്സ്. ഇറ്റ്സ് നമുക്ക് എന്താ പറയുക നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ കൂടുതലുള്ളതാണ്. ഇപ്പം ഞങ്ങൾക്ക് അവിടെ ക്ലിനിക്കിലൊരു ടീച്ചറുണ്ട്, ആ സാറിന് പറഞ്ഞാൽ ഇപ്പം ഡൽഹി ഫുൾ കംപ്ലീറ്റ് നോൺ ഒരു സാർ, അത് തനിജ സാർ എന്ന് പറഞ്ഞാൽ 7-8 ക്ലിനിക്സ് ഉണ്ട്. ഞങ്ങൾക്ക് സർജറി ആ സാർ പഠിപ്പിച്ച് തരുക. അപ്പോൾ ഒരു ഹൈ ലെവൽ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ ഉള്ളത്. ഒരിക്കലും ഒരു നോർമൽ ഒരു ഫാക്കൽറ്റി മെമ്പേഴ്സ് എടുത്തിട്ടില്ല ഇപ്പോൾ വരെ. ഹൈലി ക്വാളിഫൈഡ് ആണ്. സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുമോ? സൗത്ത് ഇന്ത്യൻ കിട്ടും, 2 ദിവസം ഉണ്ട്. നോൺ വെജ് പിന്നെ ആഴ്ചയിൽ 1 ദിവസം കിട്ടും. ഇവരുടെ സ്ഥലത്ത് വന്നതുകൊണ്ട് നമ്മൾ ഇവരുടെ ഫുഡൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അല്ലാതെ നമ്മളുടെ ഫുഡും കിട്ടും. എന്തായാലും നമ്മുടെ നാട്ടിൽ അത്രയും ഇതൊന്നും ഫുഡൊന്നും കിട്ടത്തില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്ര വലിയ മോശം ഫുഡൊന്നും അല്ല. കോളേജ് വന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാവും, ഇവിടെ ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട്. അപ്പോൾ പക്ഷേ നോർത്ത് ഇന്ത്യ പഠിക്കാൻ വന്ന എല്ലാ കോളേജിലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഫുഡ് പിന്നെ മോശമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഇത് തന്നെ കുറ്റം പറയണേ. അപ്പോൾ ഈ ഫുഡൊക്കെ ഇച്ചിരി സഹിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി.
അപ്പം എല്ലായിടത്തും ഇത്ര പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ കുറച്ച് കുറവ് ഇവിടാണ്. അതെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് കെട്ടിടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം ബാക്കി കോളേജൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പൊട്ടിപ്പൊളിഞ്ഞ് അതെങ്കിലും നമുക്ക് കിട്ടേണ്ടുന്ന രീതിയിൽ, പിന്നെ ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻ കോളേജ് എല്ലാം ഈ രീതിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മാത്രമാണ് ഇങ്ങനെയെന്ന്. അപ്പോൾ കുറേ കോളേജ് പോയി അല്ല, കണ്ടതിൻ്റെ അല്ല, എനിക്ക് കുറേ കൂട്ടുകാരുള്ളതുകൊണ്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ. മാത്യു പോയി കണ്ടിട്ടുണ്ടായിരുന്നു കോളേജസ് അല്ലേ? 2-3 ഞാൻ കണ്ടായിരുന്നു. MR കണ്ടാൽ ഞാൻ പോയ സമയത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. MRൻ്റെ എല്ലാം ഒരു അക്സെപ്റ്റഡ് അല്ല, ഒരു കോളേജ് എന്ന് പറഞ്ഞ ഒരു ഫാമായിട്ട് ഒരു പുതിയതായിട്ടൊരു സെറ്റിങ്സ് അല്ലായിരുന്നു അത്. ഞാൻ ലൂവാസും പോയി കണ്ടു, ലൂവാസും ചാൻസ് ഉണ്ടായത് എനിക്ക്. പക്ഷേ യൂണിവേഴ്സിറ്റി എടുക്കാനായിട്ടും എനിക്കിത് ഇനിയൊരു എന്താ പറയുക മോർ ഈസിയർ പോലെ തോന്നി എനിക്ക്. ടീച്ചേഴ്സായിട്ടും എല്ലാവരായിട്ടും എനിക്ക് ഫസ്റ്റ് ഇയർ എൻ്റെ വരെ എനിക്ക് ചാൻസ് ആണ് ലൂവാസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സ് റിയലി എന്താ പറയുക, നമുക്ക് പേഴ്സണലി പിടിച്ച് നമ്മൾ പഠിപ്പിക്കുക, നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ടീച്ചേഴ്സ് ഇവിടുത്തെ. യൂണിവേഴ്സിറ്റിയിലൊന്നും അത്രയും കിട്ടാൻ പോകുന്നില്ല. അത്ര മീൻസ് വേണമെങ്കിൽ പഠിക്കുക, ലൈബ്രറി പഠിക്കുക, ആ ഒരു ഇതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഞാനെല്ലാം വന്നപ്പോൾ ഹിന്ദി ഒന്നും അത്ര അറിയില്ലായിരുന്നു. അതിനും ടീച്ചേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് തന്നെ ഒത്തിരി എന്താ പറയുക, നമുക്കൊരു സപ്പോർട്ടുണ്ട് ഇവിടെ ടീച്ചേഴ്സായിട്ട്. ഇവിടെ ആ ഒരു റേസിസമായിട്ടോ നിങ്ങൾ സൗത്തിൽ നിന്ന് ഞങ്ങൾ നോർത്ത് നിന്ന് അത് അത്ര കാണുന്നില്ല. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ലൈഫൊക്കെ? അല്ല, നല്ലതാ. ഡ്രസ് കോഡൊന്നും ഇല്ല ഇവിടെ നിങ്ങൾക്ക്? അങ്ങനെ ഡ്രസ് കോഡ് ഉണ്ട്, പക്ഷെ വലിയ സ്ട്രിക്റ്റ് ഒന്നല്ല. ഫ്രീ ആയിട്ടാണ്. പിന്നെ വേറെ കോളേജസ് ഒക്കെ പോയി കണ്ടിട്ടാണോ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ? അപ്പോൾ അതിൽ നിന്ന് എന്ത് തോന്നി? ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്. ലാബ് ഫെസിലിറ്റീസ് ആണെങ്കിലും ഇപ്പം ക്ലിനിക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈജീൻ ആണെങ്കിലും നല്ലതാണ്. ഒത്തിരി ഉള്ളിലോട്ടായിരുന്നു, നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? കോളേജിൻ്റെ ബസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഞായറാഴ്ച മാർക്കറ്റിലേക്ക് പോകാൻ പറ്റും. ഇത്ര മണിക്കൂർ അവർ സമയം തരും, 2-2.5 മണിക്കൂറുള്ള സമയം തരും. അതേ ബസ് ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് മഹേന്ദ്രഗഡിൽ, അവിടെ പോയിട്ട് പിന്നെ എന്ത് സാധനങ്ങൾ കിട്ടാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. വീട്ടിൽ പോണ സമയത്ത് നമ്മൾ സ്വന്തം റിസ്കിൽ തന്നെ പോകണം. നമ്മുടെ സ്വന്തം ഇവിടെ തന്നെ. ഇവിടെ ഉണ്ട്, അവർ പറയുകയാണെങ്കിൽ ടാക്സി അവർ അറേഞ്ച് ചെയ്ത് തരും നമുക്ക്. പക്ഷേ ഡൽഹി വരെ അവർ ആക്കും. റേറ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ, ഒരു 3000 ആവും. ടൈമിംഗ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? എത്ര മണി വരെ? 8:45-8:30 ഉള്ളിൽ എല്ലാവരും കയറണം. രാത്രി. ബസ് ടൈമിങ്ങോ? ബസ് ടൈമിങ് രാവിലെ 7:30 to 8:30, രാത്രി 7:30 to 8:30. രാത്രി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 to 1:30. ഞങ്ങൾക്ക് 1 മണിക്ക് ഇവിടെ ക്ലാസ് കഴിയുള്ളൂ. അല്ല, നോർത്ത് ഏരിയ ആണ് നോക്കുന്നതെന്ന് വെച്ചാൽ RPS തന്നെ ഇപ്പോൾ സജസ്റ്റ് ചെയ്യാം. കാരണം ബാക്കി കോളേജിൽ പോയി നോക്കിയത് വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ തന്നെയാണ്. അപ്പം എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ കുറവില്ല അത്യാവശ്യം. ബാക്കിയുള്ള കോളേജസ് കണ്ടതിൽ ഇതാണ് ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഗൈസ്, നമുക്കിതാ വുമൻസ് ഹോസ്റ്റൽ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ ജസ്റ്റ് ഒരു അരമണിക്കൂറിന് മുന്നേ പരിചയപ്പെട്ടതേ ഉള്ളൂ. പിന്നെ ഇവർ ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു ഒരു മെസ്സൊക്കെ ഉണ്ടാവും. നിങ്ങളത് നോക്കണ്ട, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് കാണിക്കുന്നതാണല്ലോ നമ്മളുടെ ദൗത്യം. അപ്പോൾ അത് മാത്രം നോക്കുക. അപ്പോൾ അതേ എല്ലാവർക്കും സ്റ്റേബിളുണ്ട്, ബെഡുണ്ട്, പിന്നെ എന്തൊക്കെയാന്ന് പറ. കബോർഡ് ഇത് മോള് സെപ്പറേറ്റ് മേടിച്ചല്ലേ? ഓക്കെ, എൻ്റെ റൂമിലും ഉണ്ട് ഇതുപോലെ. ശരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണ്ടി വരുവാടാ. അതാണ്ട് ഇതുപോലെ അവർ കൊടുത്ത കബോർഡാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ 2 ഉണ്ട്. 2 3. ഓക്കെ, 3 പേർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. ടേബിള്. ഓക്കെ ഓക്കെ ഓക്കെ. AC ഉണ്ട് ഗൈസ്, AC. ഫാനും ഉണ്ട്, 2 ഫാനുണ്ട്, 2 ലൈറ്റ് ഉണ്ട്. അപ്പം കുഴപ്പമില്ലല്ലോ, നല്ലല്ലേ? അപ്പം മൊത്തത്തിൽ നല്ലതാണ് ഗൈസ്. എന്തിനാടാ? ഓക്കെ. ഓ, അതൊന്ന് കാണിച്ചു തരുമോ? കോമൺ റൂം, ഗേൾസിന് കോമൺ റൂം ഉണ്ടെന്ന് പഠിക്കാനായിട്ട്. നമുക്കിപ്പോൾ റൂമിലിരുന്ന് പഠിക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ കോമൺ റൂമിൽ പോയിരുന്നും പഠിക്കാമെന്ന്. എന്തോ ഓക്കെ, ഒരു ഇൻഡക്ഷനും കൂടെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇല്ല ഫുഡ്, ഇവർക്ക് ഹോസ്റ്റലിൽ ഫുഡുണ്ട്. ഫുഡിന് പുറമെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലാണ് കേട്ടോ ആ ഇൻഡക്ഷൻ. മാഗിയൊക്കെ ആയിരിക്കും അല്ലേ? ആണോ? റൈസൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ റൂമിൽ ഉണ്ടാക്കും. ചോറും കറിയൊക്കെ ഉണ്ടാക്കും. ആണോ? വീട്ടിൽ കഴിക്കാൻ എല്ലാം ഉണ്ടാക്കും. പാത്രങ്ങൾ ഞങ്ങൾ വാങ്ങിക്കണം, സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കണം. അവരെ അറേഞ്ച് ചെയ്യും. വേണമെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാം, വേണമെങ്കിൽ ഇത് അവർക്ക് അവിടെ എക്സർസൈസ് ചെയ്യാം. അവരുടെ സാധനങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോമൺ റൂം. ഓക്കെ,
അപ്പോൾ ഗൈസ് എന്തായാലും ഒരു ദിവസം കൊണ്ട് കോളേജ് ഫുള്ള് ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങളെ വീഡിയോയിലൂടെയും കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോളേജ് കണ്ടു, ഫാം കണ്ടു, ലേഡീസ് ഹോസ്റ്റൽ കണ്ടു. മെൻസ് ഹോസ്റ്റൽ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു ലേഡി ആയതുകൊണ്ട് എന്നെ എന്തായാലും അവർ കയറ്റുമില്ല. അപ്പോൾ എന്തായാലും 2 ഹോസ്റ്റലും സെയിം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് RPS കോളേജ് കേട്ടോ. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ അഡ്മിഷൻ മാനേജ് ചെയ്യുന്ന മലയാളി കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അവരുടെ നമ്പർ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന രീതിയിൽ എഴുതി കാണിക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. വേറെ എവിടെയെങ്കിലും ചെന്ന് ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ വന്ന് ഇത്തിരി കഷ്ടപ്പെടുന്നതാണ്. എന്തായാലും നോർത്ത് ഇന്ത്യ ആയതിൻ്റെ കഷ്ടപ്പാട് ഉണ്ടാവുക, കാരണം നമ്മുടെ ഫുഡല്ല, നമ്മുടെ ടേസ്റ്റ് അല്ല, നമ്മുടെ നാടല്ല, കാറ്റല്ല, ചൂടല്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പക്ക അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് ടാറ്റാ.